എസ്ക്യൂഎൽ സെർവറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്ക്യൂഎൽ സെർവറിലെ സബ് ക്വറീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണ് സബ് ക്വറീസ്? നമുക്ക് സബ് ക്വറീനെ ഇന്നർ ക്വറി എന്ന് വേണമെങ്കിലും വിളിക്കാം. നമുക്ക് സബ് ക്വറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലക്ട് സ്റ്റേറ്റ്മെന്റ് വേറൊരു സെലക്ട് സ്റ്റേറ്റ്മെന്റിനകത്ത് എഴുതി കഴിഞ്ഞാൽ അതിനെ നമുക്ക് സബ് ക്വറി എന്ന് പറയാം. നമുക്ക് ഈ സബ് ക്വറി സെലക്ട് സ്റ്റേറ്റ്മെന്റിനകത്ത് മാത്രമല്ല നമ്മൾ വേർ കണ്ടീഷനകത്തും നമുക്ക് വേറൊരു സെലക്ട് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റും. അതിനെ നമുക്ക് സബ് ക്വറി എന്ന് വിളിക്കാം. ശരിക്കും സബ് ക്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെലക്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് എപ്പോഴും അത് റിട്ടേൺ ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും. മിക്കവാറും നമ്മളിത് യൂസ് ചെയ്യുന്നത് സെലക്ടിനകത്തോ അപ്ഡേറ്റ് ഇൻസർട്ട് ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ നമുക്ക് സബ് ക്വറീസ് നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് ഒരു സബ് ക്വറിക്കകത്ത് വേണമെങ്കിൽ വേറൊരു സബ് ക്വറി എഴുതാൻ പറ്റും. നമുക്ക് അങ്ങനെ ഇതിനെ നമ്മൾ നെസ്റ്റഡ് സബ് ക്വറി എന്നാണ് പറയുന്നത്. നമുക്ക് നെസ്റ്റഡ് അപ് ടു 32 ലെവൽസ് വരെ നമുക്ക് ഈ നെസ്റ്റഡ് സബ് ക്വറി നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് സബ് ക്വറിയുടെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ടേബിൾ ഉണ്ട്, പ്രൊഡക്റ്റും സെയിൽസും. ഇപ്പം പ്രൊഡക്റ്റിനകത്ത് കുറച്ച് ഡേറ്റ ഉണ്ട്, സെയിൽസിനകത്തും കുറച്ച് ഡേറ്റ ഉണ്ട്. അതായത് ഇപ്പം പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ്, അതായത് പ്രൊഡക്റ്റ് ഐ ഡി, ആ പ്രൊഡക്റ്റ് ഐ ഡിക്ക് അഗൻസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റി ഇവിടെ സെയിൽസ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് അഗൻസ്റ്റും കുറച്ച് ക്വാണ്ടിറ്റി ഇവിടെ സെയിൽ ആയിട്ടുണ്ട്. പക്ഷേ വെബ്കാമിന് അഗൻസ്റ്റ് നമുക്കിവിടെ സെയിൽ ആയിട്ടില്ല. എനിക്കിവിടെ വേണ്ടുന്ന ക്വറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ടേബിളിൽ അതായത് സെയിൽസ് ആവാത്ത ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് എനിക്ക് സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് വരണം. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസ് ആവാത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വെബ്കാം ആണ്. അപ്പം വെബ്കാം നമുക്ക് റിട്ടേൺ ആവണം. ബാക്കി രണ്ടിൻ്റെയും സെയിൽസ് ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ടേബിളിൽ നിന്നും നമ്മൾ നോക്കിയിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് ഏതെങ്കിലും സെയിൽസ് ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിസ്റ്റാണ് എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പം അതെങ്ങനെ നമുക്ക് സബ് ക്വറി യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ക്വറി എഴുതാം. സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്റ്റ്. നമുക്ക് എടുത്തുകൊണ്ട് വരേണ്ടത് നെയിം, പിന്നെ അതിൻ്റെ പ്രൈസും കൂടെ നമുക്ക് സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് വരണം. എന്താണ് കണ്ടീഷൻ വേണ്ടത്? നെയിം ഇതൊരു കീവേഡ് ആണ്. കീവേഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കതിനെ നമ്മുടെ കോളമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ബ്രാക്കറ്റ് നമുക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി കണ്ടീഷൻ എഴുതേണ്ടത് എന്താണ്? അതായത് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ടേബിളിൽ സെയിൽസ് ആവാത്ത ഏതെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുത്തുകൊണ്ട് വരണം. അതായത് നമുക്കിവിടെ വേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റ് ടേബിളിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് സെയിൽ ആവാതെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ ലിസ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ നോക്കും? അതായത് പ്രൊഡക്റ്റ് ടേബിളിൽ നമ്മളുടെ പ്രൊഡക്റ്റ് ഐ ഡി ഉണ്ട്. ഈ പ്രൊഡക്റ്റ് ഐ ഡി ഈ സെയിൽസിനകത്ത് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പ്രൊഡക്റ്റ് സെയിൽ ആയിട്ടില്ല. അതായത് സെയിൽ ആകുമ്പം ആ പ്രൊഡക്റ്റ് ഐ ഡി ഓട്ടോമാറ്റിക്കലി നമ്മളെ സെയിൽ ടേബിളിനകത്ത് അപ്ഡേറ്റ് ആവും. ഇപ്പം ഇവിടെ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ പ്രൊഡക്റ്റ് ഐ ഡീസ്. അപ്പോൾ ഇത് രണ്ടും മാത്രമേ സെയിൽ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ പ്രൊഡക്റ്റ് ഐ ഡി നമ്മൾ സെയിൽ എന്ന് പറയുന്ന ടേബിളിനകത്ത് ഇല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെയാണ് നമുക്ക് സെലക്ട് എടുത്തുകൊണ്ട് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്വറി എഴുതാം. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് നമ്മൾ വേറിനകത്താണ് കണ്ടീഷനകത്ത്. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് ഐ ഡി? പ്രൊഡക്റ്റ് ഐ ഡി ഈ ടേബിളിൽ കാണും. പ്രൊഡക്റ്റ് ഐ ഡി പ്രൊഡക്റ്റ് ഐ ഡി നോട്ട് ഇൻ. ഇനിയാണ് നമ്മളുടെ സബ് ക്വറി എഴുതുന്നത്. അപ്പോൾ സബ് ക്വറി എന്താണ് വരേണ്ടത്? അപ്പോൾ ഇതിനകത്ത് ഉള്ള പ്രൊഡക്റ്റ് ഐ ഡി എല്ലാം സെലക്ട് എടുത്തുകൊണ്ട് വരണം. സെലക്ട് എന്താണ് സെലക്ട് എടുത്തുകൊണ്ട് വരേണ്ടത്? പ്രൊഡക്റ്റ് ഐ ഡി. പ്രൊഡക്റ്റ് ഐ ഡി ഫ്രം ഏത് ടേബിളിൽ നിന്നാണ്? സെയിൽസ്. സെയിൽസ്. ഓക്കെ, നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആണ്? വെബ്കാം. നമ്മൾ നേരത്തെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതായത് വെബ്കാമിന് മാത്രമാണ് ഇവിടെ സെയിൽസ് നടക്കാത്തത്. അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമ്മൾ സബ് ക്വറി എന്ന് പറയുന്നത്. അതായത് ഇപ്പം വേർ കണ്ടീഷനകത്താണ് നമ്മൾ സബ് ക്വറി എഴുതിയിരിക്കുന്നത്. സബ് ക്വറി എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബ്രാക്കറ്റിലായിരിക്കും. എപ്പോഴും നമ്മൾ എഴുതുന്നത് ബ്രാക്കറ്റിനകത്തായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അതായത് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ടേബിളിലെ പ്രൊഡക്റ്റ് ഐ ഡി ഈ സെയിൽസ് എന്ന് പറയുന്ന ടേബിളിനകത്ത് ഇല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെയാണ് നമുക്ക് സെലക്ട് എടുത്തുകൊണ്ട് വേണ്ടത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ്
ഐഡി ഫ്രം സെയിൽസിനകത്തുള്ള പ്രൊഡക്റ്റ് ഐഡി എടുക്കുന്നത് നമ്മളൊരു സബ് ക്വറിക്കകത്ത് എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ് ക്വറി എഴുതുന്നത് ചില സിനാരിയോയിൽ. അപ്പോൾ നമുക്ക് മിക്കവാറും കേസുകളിൽ നമ്മൾ ഈ സബ് ക്വറി എഴുതേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് ഈ സബ് ക്വറീനെ നമുക്ക് ജോയിൻ വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മൾ അതെങ്ങനെയാണ്? നമ്മൾ ഈ സബ് ക്വറീനെ നമുക്ക് ജോയിൻ വെച്ചിട്ട് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഈ സെയിം ക്വറി തന്നെ എടുക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ വേണ്ടത് ഇനി ഞാൻ ഈ 2 ടേബിളും തമ്മിൽ ജോയിൻ ചെയ്യണം. അതായത് ഈ ടേബിളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് സെയിൽസ് നടന്നിട്ടില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ആണ് എടുത്തോണ്ട്. അപ്പം ഈ ടേബിളിലെ കംപ്ലീറ്റ് റെക്കോർഡ്സ് നമുക്ക് എടുക്കണം. അപ്പം ലെഫ്റ്റ് ടേബിളിലെ കംപ്ലീറ്റ് റെക്കോർഡ്സ് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ഏത് ജോയിൻ ആണ് കൊടുക്കേണ്ടത്? ലെഫ്റ്റ് ജോയിൻ ഏത് ടേബിളുമായിട്ടാണ്? സെയിൽസ്. സെയിൽസ്. ഓക്കെ. ഓൺ കണ്ടീഷൻ എന്താണ് കൊടുക്കേണ്ടത്? നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് ഇതിന് ഓരോ ഏലിയസ് നെയിം കൂടെ കൊടുക്കാം. പ്രൊഡക്റ്റിന് പി എന്നും സെയിൽസിന് നമുക്ക് എസ് എന്നും കൊടുക്കാം. ഓക്കെ. ഓൺ ഏതൊക്കെയാണ് ഓൺ കണ്ടീഷൻ നമുക്ക് കൊടുക്കേണ്ടത്? പി ഡോട്ട് പ്രൊഡക്റ്റ് ഐ ഡി ഈക്വൽ ടു എസ് ഡോട്ട് പ്രൊഡക്റ്റ് ഐ ഡി. ഇനി നമുക്ക് വേർ കണ്ടീഷനിൽ എന്താണ് കൊടുക്കേണ്ടത്? അപ്പം ഇതിനെ രണ്ടിനെ ഞാൻ ലെഫ്റ്റ് ജോയിൻ ചെയ്തു. ഇനി എന്താണ് നോക്കേണ്ടത്? ഈ കറസ്പോണ്ടിങ് ഐ ഡി നമ്മളെ സെയിൽസ് ടേബിളിനകത്ത് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ അർത്ഥം? ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് സെയിൽസ് നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. വേർ ഈ ഐഡിയ ആണോന്ന് തന്നെ നോക്കണ്ട. അല്ലെങ്കിൽ നമുക്ക് അതിന് മുമ്പ് നമുക്കിത് മൊത്തത്തിലൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യം എടുക്കാം. നമുക്ക് സെയിൽസ് ടേബിളിലെ സെയിൽസ് ഐ ഡിയും കൂടെ നമുക്ക് സെലക്ട് എടുത്തുകൊണ്ട് വരാം. എസ് ഡോട്ട് സെയിൽസ് ഐ ഡി. അപ്പോൾ നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പം നോക്കിയേ, ബാക്കി എല്ലാ ടേബിളിലും സെയിൽസിനകത്ത് ഡേറ്റയുണ്ട്. സെയിൽസ് ഐ ഡി വാല്യൂ ഉണ്ട്. പക്ഷേ ഇതിന് മാത്രം സെയിൽസ് ഐ ഡി നള്ളാണ്. അപ്പോൾ നമുക്ക് വെബ്കാം എടുത്തുകൊണ്ട് അതായത് പ്രൊഡക്റ്റ് നടക്കാത്ത പ്രൊഡക്റ്റിനെ എടുത്തുകൊണ്ട് വരണമെങ്കിൽ എങ്ങനെ നോക്കിയാൽ മതി? സെയിൽസ് ഐ ഡി നള്ളായിട്ടുള്ള റെക്കോർഡ്സ് മാത്രം എടുത്തുകൊണ്ട് വന്നാൽ മതി. സെയിൽസ് ഐ ഡി ഈസ് നൾ. അപ്പോൾ നമുക്കതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ വെബ്കാം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് മാത്രം കിട്ടും. അപ്പോൾ നമുക്ക് 2 രീതിയിലേക്ക് ക്വറി എഴുതാം. ഒന്ന് സബ് ക്വറി യൂസ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ജോയിൻ യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ സെയിം ക്വറി നമുക്ക് റീറൈറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇപ്പോൾ ഓരോ പ്രോഡക്റ്റും ഇവിടെ സെയിൽ ആയിട്ടുണ്ട്. ഇപ്പോൾ ലാപ്ടോപ്പ് എത്ര ക്വാണ്ടിറ്റി സെയിൽ ആയിട്ടുണ്ട്? ഡെസ്ക്ടോപ്പ് എത്ര ക്വാണ്ടിറ്റി സെയിൽ ആയിട്ടുണ്ട്? അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ അതെങ്ങനെ? അതായത് ഇപ്പോൾ എനിക്ക് സെലക്ട് ചെയ്യേണ്ടത് ലാപ്ടോപ്പ്. അതിൻ്റെ ടോട്ടൽ എത്ര കൗണ്ട് എനിക്ക് എത്ര സെയിൽസ് ആയിട്ട് എത്ര നമ്പർ സെയിൽസ് ആയിട്ടുണ്ട്? അതേപോലെ തന്നെ ഈ ഓരോ പ്രോഡക്റ്റും എത്ര ക്വാണ്ടിറ്റി സെയിൽ ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് എടുക്കണം. അത് നമുക്ക് എങ്ങനെ സബ് ക്വറി യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് ഈ സെയിം ക്വറി തന്നെ എടുക്കാം. നെയിം പ്രൈസ്. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ നമ്മൾ സബ് ക്വറി ആദ്യമേ നമ്മൾ സബ് ക്വറി എഴുതുന്നത് വേർ കണ്ടീഷനാണ്. നമ്മൾ പക്ഷേ ഇവിടെ സബ് ക്വറി എഴുതാൻ പോകുന്നത് സെലക്റ്റിനകത്ത് തന്നെയാണ്. ഓക്കെ. നമ്മളിവിടെ എഴുതാൻ പോകുന്നത് സബ് ക്വറി എഴുതുമ്പോൾ എപ്പോഴും ബ്രാക്കറ്റിനകത്തായിരിക്കും. ഓക്കെ. എന്താണ് എടുത്തുകൊണ്ട് വരേണ്ടത്? ഈ പ്രോഡക്റ്റ് അതായത് നമ്മുടെ സെയിൽസ് എന്ന് പറയുന്ന ടേബിളിൽ ഈ പ്രോഡക്റ്റിന് കറസ്പോണ്ടിങ് എത്ര കൗണ്ട് ഉണ്ടെന്നുള്ളത് ഏതിന്റെ കൗണ്ട് ആണ് എടുത്തുകൊണ്ട് വരേണ്ടത്? സെയിൽസ് ക്വാണ്ടിറ്റി. അപ്പം സെലക്ട് സ്റ്റാഫ് ഫ്രം സെയിൽസ്. ഓക്കെ. നമുക്ക് സ്റ്റാർ അല്ല എടുത്തുകൊണ്ട് വരേണ്ടത്. എന്താണ് എടുത്തുകൊണ്ട് വരേണ്ടത്? സെയിൽസ് ക്വാണ്ടിറ്റിയുടെ സം എങ്ങനെ എടുക്കും? സം ഓഫ് എന്താണ് സെയിൽസ് ക്വാണ്ടിറ്റി. ഓക്കെ. നമ്മൾ സെയിൽസ് എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് സെയിൽസ് ക്വാണ്ടിറ്റിയുടെ സമ്മാണ് എടുത്തുകൊണ്ട് വരേണ്ടത്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് സം എടുക്കും. പക്ഷേ നമുക്ക് ഓരോ പ്രോഡക്റ്റിന് അഗൻസ്റ്റ് ഉള്ള സം എടുത്താൽ പോരെ. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷനും കൂടെ കൊടുക്കണം. വേർ
നമ്മുടെ സെയിൽസിന്റെ പ്രൊഡക്റ്റ് ഐ ഡി. സെയിൽസ് ഡോട്ട് പ്രൊഡക്റ്റ് ഐ ഡി. അത് ഏത് പ്രൊഡക്റ്റ് ഐ ഡിയുമായിട്ട് സിമിലർ ആയിരിക്കണം? നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഐ ഡി ആയിട്ട് സിമിലർ ആയിരിക്കണം. പ്രൊഡക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് ഐ ഡി. ഓക്കെ. അതായത് നമ്മുടെ ഇവിടുത്തെ സബ് ക്വറി എന്ന് പറയുന്നത് നമ്മൾ സെയിൽസിന്ന് സെയിൽസ് ക്വാണ്ടിറ്റിയുടെ സം എടുത്തുകൊണ്ട് വരും. എന്താണ് കണ്ടീഷൻ? നമ്മുടെ ഈ രണ്ട് ടേബിളിലെയും പ്രൊഡക്റ്റ് ഐ ഡി സെയിം ആവും. അപ്പോൾ നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയേ, ലാപ്ടോപ്പ് 70 ക്വാണ്ടിറ്റി മൊത്തം സെയിലായിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ് 10. പക്ഷേ വെബ് കാം ഇതുവരെ ഒന്നും സെയിലായിട്ടില്ല. ഓക്കെ. ഇവിടെ നോ കോളം നെയിം എന്നാണ് വന്നേക്കുന്നത്. അത് നമുക്ക് എങ്ങനെ മാറ്റാം? നമുക്ക് ഇവിടെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്നല്ലോ നമുക്ക് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഈ ക്വറിയെയും നമുക്ക് ജോയിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ. നമുക്കിവിടെ വേണ്ടത് ടോട്ടൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ എപ്പോഴും നമുക്ക് എടുക്കേണ്ടത് സം ഓഫ് സെയിൽസ് ക്വാണ്ടിറ്റി നമ്മളിവിടെ എടുക്കണം. നമുക്കിവിടെ സെയിൽസ് ഐഡിയുടെ ആവശ്യമില്ല. സെയിൽസ് ക്വാണ്ടിറ്റി നമ്മൾ സെലക്ട് ചെയ്തു. നമുക്കിവിടെ വേണ്ടത് ലെഫ്റ്റ് ജോയിന്റ് ആവശ്യമില്ല, കാരണം രണ്ട് ടേബിളിലും കോമൺ ആയിട്ട് വരുന്ന പ്രൊഡക്റ്റിന്റെ നോക്കിയാൽ മതി. അപ്പം നമുക്കിവിടെ ഇന്നർ ജോയിൻ തന്നെ കൊടുക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഒരു കാര്യം ഇവിടെ കൊടുക്കണം, പക്ഷെ നമ്മളിത് കൊടുക്കുമ്പോൾ ഒരു എറർ അടിക്കും. നമുക്കത് നോക്കിയിട്ട് കൊടുക്കാം. അതായത് പ്രൊഡക്റ്റ് നെയിം ഈസ് ഇൻവാൽഡ് സെലക്ട്. അതായത് നമ്മൾ ഇവിടെ ഒരു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ അല്ലാത്ത ബാക്കിയുള്ള കോളംസ് നമുക്ക് ഗ്രൂപ്പ് ബൈയിൽ കൊടുക്കണം. നമ്മളിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് ബൈ പ്രൈസ്. ഓക്കെ. നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഡെസ്ക്ടോപ്പ് 10 ക്വാണ്ടിറ്റി, ലാപ്ടോപ്പ് 70 ക്വാണ്ടിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ സബ് ക്വറിയാണ്. സബ് ക്വറി നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാം. ഒന്ന് വെയർ കണ്ടീഷനിൽ വേണമെങ്കിൽ എഴുതാം, നമുക്ക് സെലക്ട് കണ്ടീഷനിൽ വേണമെങ്കിൽ എഴുതാം. മിക്കവാറും കേസുകളിൽ നമുക്ക് ഈ സബ് ക്വറി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ജോയിൻ ആയിട്ട് മാറ്റാൻ പറ്റും. നമുക്ക് ജോയിൻ ആയിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ മാക്സിമം സബ് ക്വറി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും. നമ്മൾ അതിനെപ്പറ്റി പെർഫോമൻസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ് ജസ്റ്റ് നമ്മൾ എങ്ങനെയാണ് സബ് ക്വറി എഴുതുന്നത് എന്നുള്ളതിൻ്റെ മാത്രം ഡെമോയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ സബ് ക്വറിയെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.